വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ബനാന ബോൾസ് തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ്: ബനാന ചെറിയ പീസാക്കിയത് ഒരെണ്ണം, മൈദ 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഒരു ജാറിൽ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കാണെങ്കിൽ 2 സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. പഞ്ചസാരയും പഴവും ചേർത്ത് അരച്ചത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവ് ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ കുറച്ചും കൂടി തിക്കാവണം. അതുകൊണ്ട് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന മൈദാമാവ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബനാന ബോൾസ് തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്ററാണ്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. തിളച്ച എണ്ണയിലേക്ക് ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മാവ് കയ്യിൽ ഒട്ടി പിടിക്കുകയില്ല. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇത് എണ്ണയിൽ നന്നായിട്ട് തിളച്ച് മൂത്ത് വരട്ടെ. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം വശം നല്ല ബ്രൗൺ നിറമാവുകയും ചെയ്യും. ഉൾഭാഗം വേഗത്തുമില്ല. ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ട് 2 സൈഡും നല്ല മുരിഞ്ഞ് കിട്ടണം. നമ്മുടെ ബനാന ബോൾസ് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.